ഇന്ന് എനിക്ക് വെച്ചാലും ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ദിവസമാണ് കേട്ടോ. അതായത് കുറച്ച് വർഷങ്ങളായിട്ട് ഈ ഒരു ദിവസത്തെപ്പറ്റി ഞങ്ങൾ പരസ്പരം സംസാരിക്കാറുണ്ട്. അതായത് ഈ ഒരു ദിവസം എങ്ങനെയായിരിക്കും ഞങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പോകണത് എന്നുള്ളത്. ഏതാണ് ആ ദിവസം എന്നല്ലേ? നമ്മുടെ ചച്ചുമോൻ്റെ ഓപ്പൺ ഹൗസാണെന്ന്. നല്ല ടെൻഷനുണ്ട് കേട്ടോ. സത്യത്തിൽ നമ്മൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തുള്ളതിനേക്കാൾ ടെൻഷനാണ് എനിക്ക് ഇന്നുള്ളത്. നമ്മൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ മിസ്സുമാർ നമ്മളെ പറ്റി എന്ത് പറയും, നമ്മുടെ പാരൻസ് നമ്മളെ പറ്റി എന്ത് പറയും, അങ്ങനെയുള്ള കൺഫ്യൂഷനൊക്കെ ആയിരുന്നു. പക്ഷേ ഇന്ന് നമ്മുടെ കൊച്ചിനെ പറ്റി മിസ്സ് എന്ത് പറയുന്നുള്ള ടെൻഷനാണ് എനിക്ക്. പിന്നെ മത്തം കുത്തിക്കഴിഞ്ഞാൽ കുമ്പളം മുളയ്ക്കുക എന്നുള്ള പഴഞ്ചൊല്ലുണ്ടല്ലോ, അത് കാരണം മിസ്സ് എന്ത് തന്നെ പറഞ്ഞാലും കേൾക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണെന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇച്ചാനും കൂടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ നിന്നത്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുമ്പോഴത്തേക്ക് രണ്ടുപേരും കൂടി ഓടി വന്നു. സത്യത്തിൽ അവരെ കൊണ്ടുപോകാനായിട്ടൊരു പ്ലാൻ നമുക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ചാട്ടപ്പടയെന്ന് രണ്ടുപേരും മാറ്റിച്ചു. നമ്മൾ നേരെ കാറിലേക്ക് കയറി. നമ്മുടെ ലക്ഷ്യസ്ഥാനം ചച്ചുമോൻ്റെ സ്കൂളാണ്. അപ്പോൾ ഞങ്ങൾ കാറിലിരുന്നിട്ടും ഞാനും ഇച്ചാനും കൂടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, എന്തായിരിക്കും മിസ്സ് പറയാൻ പോകുന്നത്. ഞങ്ങളിങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കണക്ക് കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചച്ചുമോനോട് ചോദിച്ചു, ചച്ചു വല്ല ഐഡിയ ഉണ്ടോ? അപ്പോൾ അവർ ആദ്യം ഇങ്ങനെ ആലോചിച്ച് നിന്നു. അങ്ങനെ നമ്മുടെ ചച്ചുമോൻ്റെ സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട്. കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ വീണ്ടും ചോദിച്ചു, ചച്ചു നമ്മൾ സ്കൂളിലേക്ക് പോവാണ്, മിസ്സിനെ കാണാൻ പോവാണ്, നീ ഒന്ന് ആലോചിച്ച് നോക്കി, എന്തെങ്കിലും കുറുമ്പ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇല്ലപ്പോൾ ഞാൻ കുറുമ്പൊന്നും കാണിച്ചില്ല, ഞാൻ ഡീസൻ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആശ നിൽക്കണേ. അങ്ങനെ അവിടെ ചെന്നിരുന്നപ്പോഴും സത്യമായിട്ട് എൻ്റെ നെഞ്ചിടിപ്പ് ഭയങ്കര കൂടുതലായിരുന്നു കേട്ടോ. പിന്നെ മിസ്സിനെ കണ്ട് മിസ്സ് നമ്മുടെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഞാനൊന്നും കൂളായത്. സത്യത്തിൽ ഞാനും ഇച്ചാനും ഭയങ്കര ഹാപ്പിയായി. കാരണം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും കൂടുതലായിട്ടാണ് മിസ്സ് നമ്മുടെ അടുത്ത് പറഞ്ഞത്. അത് കാരണം നമ്മൾ പിള്ളേരെ ഒരു ബാക്കറിയിലൊക്കെ കയറ്റി അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ ബൈ, സീ യു.